റീജിയണൽ അന്താരാഷ്ട്ര ചലച്ചിത്ര ഫെസ്റ്റിവലിന്റെ ആവേശത്തിലേക്ക് കടന്ന് കോഴിക്കോട് നഗരം. ഡെലിഗേറ്റ് പാസ് വിതരണത്തിന്റെ ഉദ്ഘാടനം ഗാനരചയിതാവ് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി നിർവഹിച്ചു. 8 വർഷത്തിനു ശേഷമാണ് റീജിയണൽ IFFKക്ക് കോഴിക്കോട് വേദിയാവുന്നത്. കോഴിക്കോട് വെച്ച് നടക്കുന്ന ഈ വർഷത്തെ റീജിയണൽ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയുടെ ഡെലിഗേറ്റ് പാസ് വിതരണത്തിന്റെ ഉദ്ഘാടനമാണ് കവിയും ഗാനരചയിതാവുമായ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി നിർവഹിച്ചത്. ആദ്യ പാസ് കൈതപ്രത്തിന്റെ കയ്യിൽ നിന്ന് അഭിനേത്രി ആര്യ സലീം ഏറ്റുവാങ്ങി. താൻ സംവിധാനം ചെയ്യുന്ന ആദ്യ സിനിമയെക്കുറിച്ച് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി വേദിയിൽ വാചാലനായി. എൻ്റെ 40 വർഷത്തെ സിനിമാ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു പടമാണ്. അതിർത്തികളില്ലാത്തൊരു സാമ്രാജ്യത്തിൻ്റെ പറ്റിയുള്ള കഥയാണ് എൻ്റെ സിനിമ. അതിൽ ഒരു പാകിസ്ഥാനി കേരളത്തിലേക്ക് വരുന്നതാണ്. ഇന്ന് തീപിടിക്കാൻ സാധ്യതയുള്ള ഒരു വിഷയമാണത്. പക്ഷേ തീപിടിക്കുമെന്നൊന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പിടിക്കട്ടെ. ഏതായാലും എനിക്ക് പറയാനുള്ള വിഷയം ഞാൻ ഒരു സിനിമ ആക്കി കഴിഞ്ഞു. അത് ഞാൻ മിക്കവാറും ഓണത്തിൻ്റെ സമയത്ത് അല്ലെങ്കിൽ ഓണം കഴിഞ്ഞിട്ടോ ഇവിടുത്തെ തന്നെ കൈരളിയിലൊക്കെ വരാൻ സാധ്യതയുണ്ട്. അത്ര മുമ്പോട്ട് പോയി കഴിഞ്ഞു ആ പടം. കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ ശശി, സംസ്ഥാന ചലച്ചിത്ര അക്കാദമി സെക്രട്ടറി C അജോയ്, KTIL ചെയർമാൻ SK സജീഷ്, നടന്മാരായ അപ്പുണ്ണി ശശി, RS പണിക്കർ, മുഹമ്മദ് മുസ്തഫ തുടങ്ങിയവർ സംസാരിച്ചു. കൈരളി ന്യൂസ്, കോഴിക്കോട്.